ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. കേരള ബോക്സ് ഓഫീസിൽ ഓടുന്ന ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് ഒക്ടോബർ 27 തിങ്കളാഴ്ച. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ വിലയേറിയ കമൻസുകളും അഭിപ്രായങ്ങളുമൊക്കെ ആരായുകയാണ്. എന്തായാലും നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ ആദ്യ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരുന്നു. പെറ്റ് ഡിറ്റക്റ്റീവ്. ഇന്ന് 482 ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 8100ഓളം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത്. 7% ഒക്യുപ്പൻസിയിൽ സിനിമ ഇന്ന് 13,18,000 രൂപയോളമാണ് വൈകുന്നേരം 7 മണി വരെ നേടിയിരിക്കുന്ന കളക്ഷൻ. ഇന്നലെ ഞായറാഴ്ച 724 ഷോകളിൽ നിന്ന് 45,000-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റപ്പോൾ സിനിമയ്ക്ക് 74,20,000 രൂപയാണ് ട്രാക്കിങ്ങിലൂടെ വന്നത്. അതായത് 1 കോടി രൂപ ഇന്നലെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു. ഇന്ന് വലിയ രീതിയിലുള്ള ഇടിവ് പ്രതീക്ഷിച്ചു, അത് തന്നെ സംഭവിക്കുന്നു. ഏകദേശം 25-30 ലക്ഷം രൂപയായിരിക്കാം ഇന്നത്തെ കളക്ഷനായിട്ട് സിനിമയ്ക്ക് വരുന്നത്. ട്രാക്കിങ്ങിലൂടെ മാത്രം 7,42,00,000 രൂപയോളമാണ് സിനിമ നേടിയിരിക്കുന്നത്. അതായത് സിനിമ 10 കോടിക്ക് അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് വരുന്ന ഈ ആഴ്ച കഴിയുമ്പോൾ സിനിമ 10 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു സിനിമ അക്ഷരാർത്ഥത്തിൽ ഈ ഒരു നല്ല ഗ്യാപ്പ് കിട്ടിയ സിനിമ എന്ന് തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതായത് ഈ സാധാരണ ഒരുപാട് സിനിമകൾ ഓടുന്ന സമയത്ത് നല്ല ലെവലിലുള്ള ഒരു പ്രൊമോഷനും ഒപ്പം ആളുകളുടെ പിന്തുണയും കിട്ടിയ ചിത്രമായി മാറുകയാണ് ഈ ഒരു സിനിമ. ഇനി നമുക്ക് ബാൾട്ടിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ബാൾട്ടി ഫൈനൽ റണ്ണിലേക്ക് തന്നെ എത്തുകയാണ്. 32 ദിനങ്ങളായി സിനിമ ഇവിടെ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്നു. ഇന്ന് സിനിമയ്ക്ക് 16ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 500ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. ഇന്നും സിനിമയ്ക്ക് 26% ഒക്യുപ്പൻസി നമുക്ക് കാണാൻ കഴിയുന്നു. 1 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ഇന്നത്തെ കളക്ഷനായി വന്നിരിക്കുന്നത്. ഇന്നലെ 1,92,000 രൂപയായിരുന്നു സിനിമയ്ക്ക് ഫൈനലായി വന്നത്. 41% ഒക്യുപ്പൻസി 20 ഷോകളായിരുന്നു സിനിമയ്ക്കുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് പ്രതീക്ഷ പോലെ തന്നെ ഇടിവുകൾ വരുന്നു. പക്ഷേ മികച്ച രീതിയിലുള്ള ഒക്യുപ്പൻസി സിനിമയ്ക്ക് കീപ്പ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ട്രാക്കിങ്ങിലൂടെ 7,77,00,000 രൂപ നേടിയ ചിത്രം 9.5 കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ 14 കോടി കഴിഞ്ഞിട്ടുണ്ടാകാം എന്നുള്ള പ്രതീക്ഷയാണ്. അങ്ങനെയുള്ള അപ്ഡേറ്റുകൾക്കൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇനി നമുക്ക് അന്യഭാഷയിൽ നിന്ന് വന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ഡ്യൂഡിന് ഇന്ന് 11-ാം ദിവസമാണ്. തിങ്കളാഴ്ച 221ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 3,600ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയതായി ഇന്ന് വന്നിരിക്കുന്നത്. സിനിമയുടെ ഇതുവരെയുള്ള റണ്ണിങ്ങിൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റുകൾ വിറ്റുപോയ ദിവസമാകുന്നു. 6.5% ഒക്യുപ്പൻസിയിൽ സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് 5,60,000 രൂപയോളമാണ്. അതായത് 10 ലക്ഷം രൂപയോളം ഇന്നും സിനിമ നേടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇന്നലെ 312 ഷോകളിൽ നിന്ന് സിനിമ 12,000-നടുത്ത് അതായത് 11,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 18,27,000 രൂപയോളമാണ് നേടിയത്. അതായത് 25 ലക്ഷം രൂപയോളം ഗ്രോസ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. ഇന്ന് ട്രാക്കിങ്ങിലൂടെ മാത്രം 3,10,00,000 രൂപ നേടിയ സിനിമ 3,75,00,000 രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടി വലിയ വിജയമായിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് 150 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. കാന്താരയ്ക്ക് ഇത് 26-ാം ദിനമാണ്. ഇന്ന് സന്തോഷകരവും ദുഃഖകരവുമായ ഒരു വാർത്ത തന്നെയാണ്. ചിലർക്ക് സന്തോഷിക്കുമെങ്കിൽ നമുക്ക് അത്ര സന്തോഷം തോന്നാത്തൊരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, കാന്താര OTTയിലേക്ക് എത്തുന്നു. 31-ാം തീയതി സിനിമ OTTയിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ്. 900 കോടി നേടും അല്ലെങ്കിൽ 1000 കോടി തികയ്ക്കുമെന്നൊരു മോഹം നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് എത്തില്ല എന്നുള്ള ആ ഒരു നിരാശ തന്നെയാണ്. എന്തായാലും ഒരുപാട് പേർക്ക് OTTയിൽ കാണാനുള്ളത് കൊണ്ട് അതൊരു സന്തോഷമായി ഇരിക്കട്ടെ. ഇന്ന് 422ഓളം ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ. 6,600ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 5.5% ഒക്യുപ്പൻസിയിൽ 10,75,000 രൂപയോളമാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു 14-15 ലക്ഷം രൂപ സിനിമയ്ക്ക് ഇന്നും നേടാൻ കഴിയുമെന്നുള്ളതാണ് കേരള ബോക്സ് ഓഫീസിൽ കാണുന്നത്. ആദ്യമായിട്ടാണ് ഇത്രത്തോളം വലിയൊരു ഇടിവ് സിനിമയ്ക്ക് വരുന്നത്. ഇന്നലെ 636 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 41,000-ഓളം ടിക്കറ്റുകളാണ് കേരളത്തിൽ മാത്രം വിറ്റുപോയത്. 64,81,000 രൂപയോളം സിനിമയ്ക്ക് വന്നു. അതായത് ഏകദേശം 90-95 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇന്നലെയും വന്നത്. അതായത് 1 കോടിക്കടുത്തുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. 57 കോടി രൂപയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ വാരിക്കൂട്ടിയിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് സിനിമ 900 കോടിയിലേക്ക് എത്തും ഈ ഒരു ഫൈനൽ ഡേയിലേക്ക് കടക്കുമ്പോഴത്തേക്ക്. എന്തായാലും കാന്താര ഒരു വമ്പൻ സംഭവമായി വരുമ്പോൾ ഇത് വലിയ രീതിയിലുള്ള ഒരു OTT റിലീസ് വരുന്നു. ബിസിനസ് അടക്കം സിനിമ ഏകദേശം 1,200 കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ടാകും എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഫെമിനിസ്റ്റ് ഫാത്തിമയും ഫൈനൽ റണ്ണിലൂടെയാണ് പോകുന്നത്. 18 ദിനങ്ങൾ ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ അഴിഞ്ഞാട്ടം തുടർന്നു എന്ന് തന്നെ പറയാം. ഇന്നും ഒരു ഷോയാണ് സിനിമയുടേതായി ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 1000 രൂപയോളമാണ് ഇന്നും കളക്ഷനായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 18 ദിനങ്ങളിലും സിനിമ മികച്ച രീതിയിൽ വന്നു. സംസ്ഥാന അവാർഡിൽ നമ്മളൊരു അവാർഡ് ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുകയാണ്. മികച്ച സിനിമ അതേപോലെ തന്നെ മികച്ച നടി എന്നുള്ള 2 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്ന് സിനിമയ്ക്ക് വരാം. എന്തായാലും അതിന് മുകളിലേക്കും അവാർഡുകൾ വാരിക്കൂട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ട്രാക്കിങ്ങിലൂടെ 22,29,000 രൂപ നേടിയ
ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 40 ലക്ഷം രൂപയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. ഇനി ബൈസൺ കാലമാടൻ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. മാരി സെൽവരാജ് സംവിധാനം ചെയ്ത ധ്രുവ് വിക്രവും അനുപമ പരമേശ്വരനും രജിഷ വിജയനും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വലിയ ഒരു വിജയമായി മാറിയിരിക്കുന്നു. 120ഓളം ഷോകളാണ് ഇന്ന് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2500ഓളം ടിക്കറ്റുകൾ ഇന്നും വിറ്റുപോയിരിക്കുന്നു. 8.25% ഒക്യുപ്പൻസിയിൽ സിനിമയ്ക്ക് ഇന്ന് നേടാൻ കഴിഞ്ഞത് 3,68,000 രൂപയോളമാണ്. അതായത് ഇന്ന് 5 ലക്ഷം രൂപയോളം ട്രാക്കിങ്ങിലൂടെ നേടുമെന്നുള്ള പ്രതീക്ഷയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 98 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത്. അതായത് കേരളത്തിൽ നിന്ന് 1,20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ബൈസൺ അത് വലിയ രീതിയിലുള്ള ഒരു പ്രശംസ ഏറ്റുവാങ്ങിയ ചിത്രമായി മാറുകയാണ്. മികച്ച രീതിയിലുള്ള ഒരു ചിത്രീകരണവും ഒപ്പം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസും ഒക്കെ തന്നെയാണ് ഈ സിനിമയ്ക്ക് ഈ ഒരു 3 സിനിമകൾ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സെക്കൻഡ് പൊസിഷനാണ് കളക്ഷനിൽ ഈ സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നേടാൻ കഴിഞ്ഞിരിക്കുന്നതും. 61ൻ്റെ നിറവിലാണ് ഇന്ന് ലോക ചാപ്റ്റർ 1 ചന്ദ്ര നിൽക്കുന്നത്. ഇനിയും 4 ദിവസങ്ങൾ കൂടിയാണ് സിനിമയ്ക്ക് ബാക്കിയുള്ളത് കേരള ബോക്സ് ഓഫീസിൽ. അതായത് ഇനിയും അങ്ങോട്ട് OTTയിൽ നിറഞ്ഞാടാൻ പോകുന്നു. 31-ാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ ഈ ഒരു പുത്തൻ യുഗത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമ 60 ദിവസം തികച്ചോടുന്ന കാഴ്ച. 27-ാം തീയതി ഇന്ന് 58ഓളം ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നും സിനിമയ്ക്ക് 1012ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 10% ഒക്യുപ്പൻസിയിൽ 1,60,000 രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ 4,83,000 രൂപയും അതിന് ശനിയാഴ്ച 4,04,000 രൂപയും സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമയ്ക്ക് ഏകദേശം 15-20 ലക്ഷം രൂപ നേടാൻ കഴിഞ്ഞു. ഇന്ന് സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത് 3 ലക്ഷം രൂപയോളം ട്രാക്കിങ്ങിലൂടെ അല്ലാതെ ശരിക്കുമുള്ള ഗ്രോസായി വരുമെന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 111,25 ലക്ഷം രൂപയാണ് സിനിമയുടെ കേരള ട്രാക്ഡ് കളക്ഷൻസ് വന്നിരിക്കുന്നത്. സിനിമ 124 കോടി ടച്ച് ചെയ്യും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ. 123 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു. എന്തായാലും ഇനി നമുക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള 303 കോടിയോളമാണ് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നത്. അത് 304 കോടിയിലേക്ക് എത്തുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം 303 കോടി 50 ലക്ഷം, 350 കോടി 60 ലക്ഷം രൂപ ആ റേഞ്ച് ആയിരിക്കാം സിനിമയുടെ ഫൈനലായി വരാൻ പോകുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് ടോട്ടൽ ബിസിനസ് അടക്കം 400 കോടിയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം തന്നെയാണ്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 375 കോടിയും സിനിമ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് പാതിരാത്രി എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. പാതിരാത്രി മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. 165ഓളം ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 2000ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് ഇന്ന് 3,12,500ഓളം രൂപയാണ് ഇതുവരെ വന്നിരിക്കുന്നത്. അതായത് ഇന്ന് സിനിമയ്ക്ക് 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. ഇന്നലെ 11,50,000 തൊട്ട് മുമ്പത്തെ ദിവസം 10,80,000 രൂപയും നേടിയ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ കുതിപ്പ് തന്നെയാണ്. ഇതുവരെ 1,91,00,000 രൂപയോളമാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻ വന്നത്. അതായത് 2.5 കോടിയോളമാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞത്. രതീന ഷർഷാദും നവ്യ നായരും സൗബിനും സണ്ണി ബെയിനുമൊക്കെ അഴിഞ്ഞാടിയ ചിത്രം വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഗ്രീൻ മീഡിയാസ്.